ഇത് നമ്മുടെ സ്വന്തം ചായക്കടയാണ്. നമുക്ക് ഇവിടുന്ന് ചായ അടിക്കാം. നമ്മൾ ഫ്രണ്ട്സൊക്കെ നാട്ടിൽ വരുന്ന സമയത്ത് നമ്മളുടെ ഇഷ്ടപ്പെട്ട ഒരു ചായക്കടയിലേക്ക് നമ്മൾ അവരെ കൊണ്ടുപോകുന്ന സമയത്ത് ഇത്തരത്തിൽ പറയാറുണ്ട്, ശരിക്കും നമ്മൾ സ്വന്തമാണോ അത്, വേറെ ആരുടെയോ ഒരു ചായക്കട, നമ്മളിടക്ക് പോകാറുണ്ട്, അത്രേ ഉള്ളൂ. പക്ഷെ നമ്മൾ പറയും ഇത് നമ്മളെ സ്വന്തം ചായക്കടയാണ്, ഇത് നമ്മളെ സ്വന്തം ആളാണ്. ഇങ്ങനെ നമുക്ക് സ്വന്തമാണെന്ന് തോന്നുകയും എന്നാൽ നമുക്കറിയാം അത് നമ്മളുടെ സ്വന്തമല്ല. ഇത്തരത്തിൽ നമുക്കൊരു പെർട്ടിക്കുലർ ആളെയോ ഒരു സ്ഥലത്തെയോ ഒക്കെ ഇഷ്ടപ്പെടുന്ന എഫക്റ്റിനെയാണ് ഓണർഷിപ്പ് എഫക്റ്റ് എന്ന് പറയാം. ബിസിനസ് ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെ കസ്റ്റമേഴ്സിന് നമ്മളെ ബിസിനസ്സിന് അവരുടെ സ്വന്തമായിട്ട് ഫീൽ ചെയ്യുക എന്നുള്ളത് ഒരു തന്ത്രമാണ്. വലിയ കോർപ്പറേറ്റ്സുകളൊക്കെ ഇത്തരത്തിൽ ചെയ്യാറുണ്ട്, ചെറിയ ചായ ഷോപ്പുകളും ഇത്തരത്തിൽ ചെയ്യാറുണ്ട്. വരുന്ന സമയത്ത് പേര് വിളിച്ചിട്ട് അഭിസംബോധന ചെയ്യുക, കുഞ്ഞുട്ടിയെ ഇവിടെ വന്നിരുന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും ആ ഒരു ഓമനത്തോടെ പേര് വിളിച്ച് സൽക്കരിച്ചിരുത്തുക. അതേപോലെ എന്താ പറയുക, അവർക്ക് ഇന്ന ചായ അല്ലേ, സ്ട്രോങ് മധുരം കുറവല്ലേ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ അങ്ങോട്ട് പരിഗണിക്കുന്നതിലൂടെയാണ് ഇത്തരത്തിൽ ഓണർഷിപ്പ് എഫക്റ്റ് വരുന്നത്. എന്നാൽ കോർപ്പറേറ്റ്സുകൾ അല്ലെങ്കിൽ ബ്രാൻഡുകളൊക്കെ ഇത് കുറച്ചുകൂടി സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യും. ഈ ലോയൽറ്റി പ്രോഗ്രാംസ് ഒക്കെ ശരിക്കും അങ്ങനെയാണ്. ഇങ്ങനെ കോഫി ഷോപ്പിലൊക്കെ പറയും നിങ്ങളുടെ 100ാമത്തെ ചായയാണ്, അതുകൊണ്ട് ഈ ചായ നിങ്ങൾക്ക് ഫ്രീ ആണ്. ഇത് കേൾക്കുന്ന സമയത്ത് എന്താണ് അവർക്കൊരു ഓണർഷിപ്പ് ഫീൽ വരികയാണ്. അതേപോലെ സ്റ്റാർബക്സ് ഒക്കെ ചെയ്യുന്നതുകൊണ്ട് അവരുടെ പേര് അതിന്മേൽ എഴുതും, അങ്ങനെയാണ് അവർ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർക്കൊരു ഫീൽ വരികയാണ്, ഒരു ഓണർഷിപ്പ് ഫീൽ വരികയാണ്, ഞാൻ അവിടെ ചെന്നിരുന്ന എൻ്റെ പേരിലൊരു സാധനം കിട്ടുന്നു എന്നൊക്കെ പറഞ്ഞ പോലെ. ഇങ്ങനെ ചെറുകിട സ്ഥാപനങ്ങളിലാണെങ്കിലും ബ്രാൻഡുകളിലാണെങ്കിലും ഒക്കെ അവരെ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ സ്വന്തമാക്കുക എന്നുള്ള ഒരു പ്രക്രിയ നമ്മുടെ ബിസിനസ്സിൽ സ്ട്രാറ്റജൈസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഡേ 27 വീണ്ടും കാണാം.